നമുക്ക് പനീർ കൊണ്ട് ഒരു ദാബ സ്റ്റൈല് കറി ഉണ്ടാക്കാം. 200 ഗ്രാം പനീർ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചാട്ട് മസാല. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പനീർ ഇതിലിട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബട്ടറിൽ ഫ്രൈ ചെയ്യാണ് നല്ലത്. പക്ഷെ ബട്ടറാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. ഇത് ഓരോ ഭാഗമായിട്ട് ഈ പനീറിന്റെ ക്യൂബ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയി ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങിയെടുക്കാം കേട്ടോ. ഏലക്കായ, കറുവപ്പട്ട, 2 ഗ്രാമ്പു അത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോന്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇത് ഫ്രൈ ആവണം. അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പനീറാണ്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച പനീർ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഈ മസാലയുടെ കുത്തൊക്കെ ഇല്ലാതെ ആവാനാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ആവട്ടെ. ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കണു. എപ്പോഴും കസൂരി മേത്തി ഇടുമ്പോ അങ്ങനെ തിരുമ്മിയിട്ടേ ഇടാവൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇല്ലാച്ചാല് 3-4 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് അരച്ച് ഒഴിച്ചാൽ മതി. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പനീർ കൊണ്ടുള്ള വളരെ നല്ലൊരു ഡിഷാണിത്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം.